നമസ്കാരം, ഞാൻ പ്രസീത ചാലക്കുടി. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചെങ്ങലയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് വീഡിയോ ചെയ്തതിന് നാടൻപാട്ട് ഗായിക പ്രസീത ചാലക്കുടിക്കെതിരെ സൈബർ ആക്രമണവുമായി സംഘപരിവാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. ഹിന്ദു വിശ്വാസങ്ങൾ തെറ്റാണെന്ന് പ്രസീത എന്ന അടിക്കുറിപ്പോടെയാണ് പ്രസീത ചാലക്കുടിക്കെതിരെ സംഘപരിവാറിന്റെ സൈബർ ആക്രമണം. ഉത്സവങ്ങളിൽ ഇനി മുതൽ പ്രസീത ചാലക്കുടിക്ക് പരിപാടികൾ നൽകരുതെന്ന് ക്യാമ്പയിനും സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രകടമാകുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ KS ചിത്രയ്ക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണങ്ങളെ ഈ വിഷയവുമായി താരതമ്യം ചെയ്തും പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. ഇതിനിടെ പ്രസീതയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തിക്കഴിഞ്ഞു. കലയും രാഷ്ട്രീയവും രണ്ടും രണ്ടാണെന്ന് നിർവചിച്ചവർ, ചിത്രയ്ക്കെതിരെ സൈബർ ആക്രമണമെന്ന് പറഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കിയവർ ഇന്ന് പ്രസീത ചാലക്കുടിയെ വട്ടം കൂടി നിന്ന് ആക്രമിക്കാനുള്ള തിരക്കിലാണെന്ന് മനു രാജ് കുറ്റപ്പെടുത്തുന്നു. ചിത്ര ചോദ്യം ചെയ്യപ്പെടുകയാണ് എടുത്ത രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ. പ്രസീത വേട്ടയാടപ്പെടുന്നതും അവരെടുത്ത രാഷ്ട്രീയ നിലപാടിന്റെ പേരിലാണെന്ന് പ്രഭാകരൻ മുടക്കരിയിൽ അഭിപ്രായപ്പെട്ടു. പ്രസീത ചാലക്കുടിയുടെ കലാപരിപാടികൾ ഒരു കാരണവശാലും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നടത്തരുത്. ഹിന്ദുക്കളെ എന്തു പറഞ്ഞാലും ആരും ചോദിക്കാനില്ലെന്ന ധാരണ മാറ്റണമെന്ന് പ്രസീതയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി അനീഷ് PG ഫേസ്ബുക്കിൽ കുറിച്ചു. ശ്രീമതി പ്രസീത ചാലക്കുടി കേരളം സ്വീകരിച്ച കലാകാരിയാണ്. നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളെ നിങ്ങളാക്കിയത് സംഘപരിവാരങ്ങളല്ല, കലാഹൃദയങ്ങളാണെന്ന് R ബാബു എന്ന പ്രൊഫൈൽ കുറിച്ചു. ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന പ്രസീത ചാലക്കുടി എന്ന കലാകാരിയെ ക്ഷേത്ര പ്രോഗ്രാമുകളിൽ നിന്ന് കഴിവതും ഒഴിവാക്കണമെന്ന് ജയേഷ് റാന്നി ഫേസ്ബുക്കിൽ ആഹ്വാനം നടത്തുന്നു. സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് പ്രസീത ചാലക്കുടി തന്നെ രംഗത്തെത്തിക്കഴിഞ്ഞു. ഈശ്വരവിശ്വാസം തീപ്പന്തമാണ്, അതെടുത്ത് തല ചൊറിയരുതെന്നാണ് വിമർശകരോട് പ്രസീത പറയുന്നത്. എല്ലാ വർഷവും ഭർത്താവും മകനും ശബരിമലയ്ക്ക് പോകാറുണ്ട്. വിശ്വാസങ്ങളെ അങ്ങേയറ്റം മാനിക്കുന്നയാളാണ് താനെന്നും പ്രസീത വീഡിയോയിൽ പറയുന്നു. തന്നെയും തന്റെ പാട്ടുകളെയും ഇഷ്ടമുള്ളവർ എന്നും കൂടെയുണ്ടാകുമെന്ന വിശ്വാസമുണ്ടെന്നും പ്രസീത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ വ്യക്തമാക്കുന്നു.